ചെറിയ പെരുന്നാളാണെന്ന് അറിഞ്ഞാൽ പിന്നെ വിശ്വാസികളെല്ലാം പെരുന്നാൾ കെങ്കേമമാക്കാനുള്ള ഓട്ടത്തിലായിരിക്കും. മാസപ്പിറവി കണ്ടതിന് പിന്നാലെ ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ തയ്യാറാക്കിയ പെരുന്നാൾ തിരക്കിനെക്കുറിച്ചുള്ള റിപ്പോർട്ടിലേക്ക്. ഹലോ, ആ അമ്മ, ഇപ്പോഴോ? ഈ നട്ടപ്പാതിരിക്കോ? ചിക്കൻ മേടിക്കാം. ശരി, വെച്ചോ. അമ്മേ, എന്താടാ, ആരെ വിളിച്ചേ? അമ്മ എന്താ പറഞ്ഞ? ചിക്കൻ നാളെ പെരുന്നാളോ? ഈ സമയത്ത് എവിടുന്ന് കിട്ടും? ചിക്കൻ മേടിക്കാനാണോ? കേൾക്കും വീട്ടിൽ നിന്നല്ലെങ്കിൽ എന്ത് ചെയ്യൂ? എന്തായാലും നമുക്ക് പോയി നോക്കാം. പോവാല, ബാ. പറഞ്ഞതുപോലെ നല്ല തിരക്കാണല്ലോ. ഇതിപ്പോ പെരുന്നാൾ കഴിഞ്ഞാലും കിട്ടാത്ത അവസ്ഥയാട്ടോ. ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ ബീഫ് നോക്കാം. അത് നല്ലൊരു ഐഡിയ. ഓക്കെ. കുറെ നേരമായി, നല്ല തിരക്കാണ്. പെരുന്നാൾ രാവിലെ പള്ളിയിൽ പോകണം, പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഫുഡ് അതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. കുറച്ചു നേരമായി. ചിക്കൻ അല്ല, മട്ടൻ മേടിക്കാനാണോ വന്നത്? കുറച്ചു നേരമായി. ഒരുപാടുണ്ട്, അങ്ങനെ കുഴപ്പമില്ല, നമുക്ക് ഇന്നല്ലേ പറ്റൂ. ചേട്ടാ, എങ്ങനെയുണ്ട്? നല്ല തിരക്കായിരുന്നു, നല്ല തിരക്കായിരുന്നു. രാവിലെ ഒട്ടേ തിരക്കായിരുന്നു. ഇല്ല, പഴയ റേറ്റാണ്, വിലയൊന്നും കൂടിയിട്ടില്ല. ഇതിപ്പോൾ നേരത്തെ ഉള്ള റേറ്റാണ്. പെരുന്നാളായിട്ട് പ്രത്യേക വില കൂടിയില്ല. നല്ല തിരക്കാണല്ലോ ചേട്ടാ. പെരുന്നാളൊക്കെ ആഘോഷം തുടങ്ങിയല്ലോ, പെട്ടെന്നുള്ള പ്രതീക്ഷിക്കാത്ത ഇതായിരുന്നു. നാളെ 30 നോമ്പ് കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഇപ്പം മറ്റന്നാളാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഒരു തിരക്കാണ്. ആളുകളൊക്കെ വരുന്നുണ്ടോ? ആൾക്കാർ വരുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ തിരക്കിഞ്ഞ് വന്ന് തുടങ്ങത്തും. എന്താ ബീഫിനൊക്കെ എന്താ വില? ബീഫിന് 400 രൂപ. അതിനാ 400 രൂപയാ? എന്താ ചെയ്യോ, വാങ്ങല്ലേ? വാങ്ങാം. ചേട്ടാ 2 കിലോ ബീഫ്. പൊളിക്കും നമ്മള്. ബീഫ് ഇപ്പൊ നമ്മള് വണ്ടി കൊണ്ടുവച്ചില്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് ചിക്കൻ കൂടി നോക്കിയാലോ? അത് ശരിയാ, നാളെ അതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ചിക്കനൊക്കെ എന്താ വില? ഇതാ 173. ആളൊക്കെ വരുന്നുണ്ടല്ലേ? ആള് കുറവ്. ഇത്ര തിരക്ക് ഇന്നുണ്ടായില്ല. ഇന്നത്തെ റേറ്റ് അനുസരിച്ച് കച്ചവടം വളരെ കുറവാണ്. ഓരോ ദിവസം വില കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് കച്ചവടം ഇപ്പോൾ കുറവാണ്. അല്ലെങ്കിൽ സാധാരണ ഈ സമയത്ത് ആളിവിടെ തിരക്കി നിൽക്കാനുള്ള സമയമാണ്. അങ്ങനെ എന്നാൽ നമുക്ക് 2 കിലോ ചിക്കൻ വാങ്ങാം അല്ലേ? ശരി, വാങ്ങാം. 1 കിലോ ചിക്കൻ. ബൈ. 2 കിലോ ചിക്കൻ കൊടുത്തോട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എല്ലാവർക്കും റിപ്പോർട്ടർ ടിവിയുടെ പെരുന്നാൾ ആശംസകൾ.